നമസ്കാരം. ശ്രീകലാ ഗണേഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. ഞാനിന്ന് പറയാൻ പോകുന്നത് വിശ്വരൂപവധവും വൃത്രാസുര ഉൽപ്പത്തിയും പിന്നെ ദേവന്മാരുടെ പ്രാർത്ഥനയും ഭഗവത് ദർശനവും എന്നതിനെക്കുറിച്ചാണ്. ശ്രീ ശുകൻ പരീക്ഷത്തിനോട് പറഞ്ഞു തുടങ്ങി. വിശ്വരൂപന് 3 മുഖങ്ങളുണ്ടായിരുന്നു. അവന്റെ മാതാവ് അസുര വംശജയായിരുന്നതിനാൽ താനും അസുരപക്ഷപാതിയായിരുന്നു. അതിനാൽ ദേവന്മാർക്ക് പ്രത്യക്ഷമായും ഹവിർഭാഗം കൊടുക്കുന്നതോടൊപ്പം തന്നെ അസുരന്മാർക്കും രഹസ്യമായും കൊടുത്തുവന്നു. ഒരിക്കൽ ഇന്ദ്രനത് കാണാനിടയായി. പെട്ടെന്ന് ഇന്ദ്രന് കോപമുണ്ടായി. ആചാര്യനാണെന്നും മറന്ന് വിശ്വരൂപന്റെ 3 തലകളെ അറുത്തു കളഞ്ഞു. അപ്പോൾ ബ്രഹ്മഹത്യാ പാപം ഇന്ദ്രനെ ബാധിച്ചു. അതിനെ 1 സംവത്സരകാലം വഹിച്ചിട്ട് ഭൂമി, ജലം, വൃക്ഷം, സ്ത്രീകൾ ഇവർക്കായി ഭാഗിച്ചു കൊടുത്തു. സ്വയം രക്ഷ നേടി. നിരപരാധികളായ അവർ 4 പേരും ഇന്നും ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാ പാപത്തെ ചുമക്കുന്നു. തന്റെ പുത്രനായ വിശ്വരൂപനെ ഇന്ദ്രൻ വധിച്ചതിനാൽ ത്വഷ്ടാവിന് സങ്കടവും കോപവും ഉണ്ടായി. ഇന്ദ്രനെ വധിക്കാനായി ആഭിചാരാഗ്നിയിൽ നിന്ന് ഒരു ഭയങ്കര സത്വത്തെ സൃഷ്ടിച്ചയച്ചു. പഴുപ്പിച്ച ലോഹപർവ്വതം പോലെ ഭീമാകാരനായ വൃത്രൻ എന്ന അസുരൻ കയ്യിൽ ശൂലായുധവുമായി പുറപ്പെട്ടു. അവന്റെ ഓരോ കാൽവെപ്പിലും ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് സഞ്ചരിച്ച് ദേവന്മാരെ എതിർത്തു. അവനെ കണ്ടവരെല്ലാം പേടിച്ചോടി ഒളിച്ചു. ദേവന്മാരെല്ലാവരും ഒത്തുചേർന്ന് സർവ്വ ആയുധങ്ങളും പ്രയോഗിച്ചിട്ടും വൃത്രനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ മഹാ ആപത്തിൽ നിന്നും ഒരു രക്ഷാമാർഗം കാണാതെ പരിഭ്രാന്തരായ ദേവന്മാർ സകലാഭയപ്രധാനനായ ശ്രീഹരിയെ തന്നെ ശരണം പ്രാപിച്ചു. പ്രഭോ, അടിയങ്ങൾ ദുഃഖനിവൃത്തിക്കായി നിന്തിരുവടിയെ ശരണം പ്രാപിക്കുന്നു. ശാശ്വതമായ അഭയസ്ഥാനം ഈ തൃപ്പാദങ്ങൾ മാത്രമാണല്ലോ. ബ്രഹ്മാവ് വരെയുള്ള ആരെ ആശ്രയിച്ചാലും ദുഃഖം തീരുകയില്ല. അതിനാൽ സർവത്രയനായ നിന്തിരുവടി ഞങ്ങളുടെ വ്യസനം തീർക്കണമേ. ഇപ്രകാരം അവർ മനം നൊന്ത് പ്രാർത്ഥിച്ചപ്പോൾ പശ്ചിമദിക്കിൽ നിന്നും ശംഖുചക്രഗദ പങ്കജധാരിയായി തന്റെ സ്വരൂപം ധരിച്ച പാർഷദന്മാരോടുകൂടി അംബുജാക്ഷനായ ശ്രീഹരിയെ കാണാറായി. ദേവന്മാർ ആഹ്ലാദഭരിതരായി ദണ്ഡം പോലെ വീണു നമസ്കരിച്ചിട്ട് വീണ്ടും സ്തുതിച്ചു. ഹേ ഭഗവാൻ നാരായണ, വാസുദേവ, മഹാപുരുഷ, മഹാനുഭാവ, സർവേശ്വര, നിന്തിരുവടിയുടെ തിരുനാമങ്ങളും ലീലാകഥകളുമാകുന്ന അമൃത സമുദ്രത്തിലെ ഒരു തുള്ളി ഒരിക്കൽ ആസ്വദിച്ചവൻ ഈ ചരണങ്ങളെ പിന്നെ ഉപേക്ഷിക്കുമോ? പരമഗുരു, മഹാഗ്നിയെ ഒരു തീപ്പെട്ടി പ്രകാശിപ്പിക്കേണ്ട ആവശ്യമല്ലല്ലോ. സർവജ്ഞനും സർവസാക്ഷിയുമായ നിന്തിരുവടിയെ ഞങ്ങളുടെ അന്തസ്താപത്തെ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഹരേ കൃഷ്ണ. 3 ലോകങ്ങളുടെയും ഗ്രസിക്കാൻ ഭാവിക്കുന്ന വൃത്രാസുരനെ സംഹരിച്ച് ലോകരക്ഷയെ ചെയ്യാൻ കരുണയുണ്ടാകണമേ. ശ്രീ ഭഗവാൻ ദേവന്മാരുടെ പ്രാർത്ഥനയെ അഭിനന്ദിച്ചുകൊണ്ട് അരുളി ചെയ്തു. നിങ്ങളുടെ നിഷ്പദമായ സ്തോത്രത്താൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഞാൻ പ്രസാദിച്ചാൽ ഒരുവന് എന്താണ് കിട്ടാത്തത്? പക്ഷേ എൻ്റെ ഏകാന്ത ഭക്തൻ എന്നെയല്ലാതെ മറ്റൊന്നിനെയും ആഗ്രഹിക്കുകയില്ല. ഭക്തന് ദോഷകരമായ വസ്തുവിനെ കൊടുക്കുകയുമില്ല. വിഷയങ്ങളെ ആഗ്രഹിക്കുന്നവൻ ബുദ്ധിഹീനനാണ്. ഏതായാലും ശത്രുപീഡ നിമിത്തം വ്യസനിക്കുന്ന നിങ്ങൾ ഒന്ന് ചെയ്യുവിൻ. ഋഷിസത്തമനായ ദഡീജി മഹർഷിയെ സമീപിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തെ യാചിച്ചു വാങ്ങുവിൻ. അദ്ദേഹം നാരായണ കവച മന്ത്രത്തെ അറിയുന്നവനാണ്. അതിനാൽ ആ ശരീരം മന്ത്രസാരമായി തീർന്നിട്ടുണ്ട്. അദ്ദേഹം ജീവകാരുണ്യമുള്ള ഉദാരനാണ്. നിങ്ങൾക്ക് സസന്തോഷം ശരീരം ദാനം ചെയ്യും. അതിൻ്റെ അസ്ഥികളെ കൊണ്ട് വിശ്വകർമാവ് വജ്രായുധം നിർമ്മിക്കട്ടെ. എൻ്റെ തേജസ്സും അതിൽ ആവേശിക്കപ്പെടും. വൃത്രനെ നിങ്ങൾക്ക് നിഷ്പ്രയാസം വധിക്കാൻ കഴിയും. ഇപ്രകാരം അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ മറഞ്ഞു. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.